ഹലോ, വെൽക്കം ടു ദി മിനി വ്ളോഗ്. ഈ ട്രാം ചാടിക്കടന്ന് ഞാൻ എങ്ങോട്ടാ പോയെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ നേരെ പോയത് തോക്കമാനിയിലേക്കാണ്. തോക്കമാനിയിൽ യൂഷ്വലി എൻ്റെ കണ്ണുകൾ ഉടക്കി നിൽക്കുന്ന അതേ സ്റ്റാൻഡിൽ ഇത്തവണ എൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നു. വേറെ ഒന്നുമല്ല, ദാണ്ടേ കമ്മലിൻ്റെ സ്റ്റാൻഡിൽ. എനിക്കിവിടെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം വാരി വലിച്ചെടുക്കണമെന്ന് തോന്നും. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, ദേ ഈ മാല കണ്ടോ, ഇത് ഇവിടുത്തെ ടീനേജ് പിള്ളേരിടുന്ന മാലയാണ് കേട്ടോ. പെൺകുട്ടികളല്ല, ആൺകുട്ടികളിട്ടാണ് ഞാനിത് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇവിടുത്തെ ഫാഷൻ സെൻസിൻ്റെ അകത്ത് ഈ മാലയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റാൻഡിൽ കുഞ്ഞു പിള്ളേരുടെ കളക്ഷൻസ് ആയിരുന്നു കൂടുതൽ. ഇതേ കണ്ടില്ലേ, ലോലിപോപ്പിൻ്റെ നല്ല ക്യൂട്ട് ഇയറിങ്സ്, അതിൻ്റെ തന്നെ മാലയുണ്ടായിരുന്നു. ഈ കമ്മല് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് എടുക്കുകയും ചെയ്തു. വേറെ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞ് നോക്കുമ്പോൾ ദോണ്ടേ കണ്ണാടികളുടെ ഒരു കമനീയ ശേഖരം. ഞാൻ എല്ലാ കണ്ണാടിയും വെച്ച് നോക്കി. പിന്നെ കണ്ണാടി വെച്ച് നോക്കുന്നതിന് കാശിനും കൊടുക്കണ്ടല്ലോ. ഒരെണ്ണം വെച്ചു, രണ്ടെണ്ണം വെച്ചു, മൂന്നെണ്ണം വെച്ചു, അങ്ങനെ കുറേ വെച്ച് നോക്കി. ഒന്നും എനിക്ക് ചേരുന്നുണ്ടായിരുന്നില്ല. അതേൻ്റെ ഈ മൂന്നാമത്തെ വെള്ള കണ്ണാടി വെച്ചപ്പോൾ ഉണ്ടല്ലോ, ഉത്സവപ്പറമ്പിൽ നിന്ന് കണ്ണാടി വാങ്ങിച്ച് വെച്ച പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ അയ്യോ, എന്നെ തന്നെ കണ്ട് ഞാൻ തന്നെ പിടിച്ചുപോയി. പുഴുക്കളുടെ ഒരു കളക്ഷനും പിന്നെ വേണ്ട ഈ നെയിലാട്ടിൻ്റെ കുറേ അലുകുലത്തെ സാധനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നെയിലാട്ട് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷെ തന്നെ വെക്കാൻ അറിയാവുന്നവർക്ക് എളുപ്പം. ഈ റീത്ത് കണ്ടപ്പം ഇത് നെഞ്ചത്ത് വെക്കുന്നതാണോ അതോ വീടിൻ്റെ വാതിൽ വെക്കുന്നതാണോ എന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അപ്പം എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു നെഞ്ചത്ത് വെക്കുന്നതല്ല, എടുത്ത് തിരിച്ച് വെച്ചേക്കാൻ പറഞ്ഞു. അതോടെ ഞാൻ അതോടെ തിരിച്ചു വെച്ചു. പിന്നെ നോക്കുമ്പോൾ ഞാൻ കണ്ടത് എന്നാണെന്നറിയാമോ, നമ്മുടെ നാട്ടിൽ ജമന്തി പൂവ്. ഞാൻ ഫിൻലൻഡിൽ വന്നിട്ട് ജമന്തി അങ്ങനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. സമ്മറിലുള്ള പൂവാണ്. ഇതിൻ്റെ ഇവിടുത്തെ പേര് തഹതി സിൽമ എന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വിവരമില്ലായ്മയായിരുന്നു. അതിൻ്റെ പേര് അതല്ല, ഇതെൻ്റെ സമ്മത്തി കൂക്കാന്നാണ് കേട്ടോ. കൂക്കാന്ന് പറഞ്ഞാൽ പൂവെന്നാണ് അർത്ഥം. സമ്മത്തി എന്നായിരിക്കും ചിലപ്പോൾ എൻ്റെ പേര്. വീണ്ടും ഞാൻ താണ്ടേ കണ്ണാടി കണ്ട എനിക്ക് പ്രാന്താണ് ഗൈസ്. ഈ മുട്ടായി ഉണ്ടല്ലോ, ആദ്യം എനിക്ക് എൻ്റെ പേര് വായിക്കാൻ അറിയത്തില്ലായിരുന്നു. തുപ്പല എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ തുപ്പള മുട്ടായി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ വെറും 3 കമ്മലും വാങ്ങിച്ച് എൻ്റെ പട്ടിഷോ അവസാനിപ്പിച്ച് ഞാൻ വീട്ടിൽ പോയി ഗൈസ്. ബൈ.